നമ്മളിപ്പോൾ ഗോവ ബോർഡർ കട്ട് ചെയ്ത് ഉള്ളിലേക്ക് കയറി. അപ്പോൾ ആദ്യത്തെ ബീച്ച് കണ്ടപ്പോൾ നിർത്തിയാണ്. ഇതാണ് ആ ബീച്ച്, കണ്ടോ? ഗാൽഗിബാഗ ബീച്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. ഇത് കണ്ടോ, ആ സൈഡിൽ നിന്നാണ് നമുക്ക് എൻട്രൻസ് ഉള്ളത്. ഇവിടെ കൂടി ഒന്നും എൻട്രി എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ആ സൈഡിൽ നിന്നാണ് എൻട്രൻസ് ഉള്ളത്. അപ്പോൾ അവിടെ കൂടി അങ്ങനെ ആ സൈഡിലേക്ക് വരാം. പിന്നെ അതുകൂടാതെ അവിടെ നിന്ന് പോയി അവിടെ കൂടി നമുക്ക് എൻട്രി എടുക്കാം. ഏകദേശം സൺസെറ്റായി. അപ്പോൾ ആ ഒരു വൈബാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഗോവ നിങ്ങൾ എൻട്രി ചെയ്യാൻ നേരത്ത് ഈ സ്ട്രെച്ച് നല്ല അടിപൊളി സ്ട്രെച്ചാണ്. റോഡ് കണ്ടോ, നല്ല വെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ? അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പെട്ടെന്നൊരു സ്പീഡിൽ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. എനിക്കാണെങ്കിൽ ഇപ്പോൾ കലാങ്കൂട്ടിലേക്കാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 90 കിലോമീറ്റേഴ്സും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടിക്കും, പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോർഡർ കട്ട് ചെയ്ത് ഒരു ഇത്തിരി ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ അവിടെ എവിടെയെങ്കിലും ആയിട്ട് വണ്ടിയിലല്ല റോഡിൽ മറ്റേ മെഷീൻ പ്ലേസ് ചെയ്തിട്ട് അവർ സ്പീഡ് ചെക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സ്പീഡിലാണ്, ഓവർ സ്പീഡാണെങ്കിൽ എന്തായാലും അവർ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് ചാർജ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ കുറച്ച് തരും. പക്ഷെ അവർ മെഷീനിൽ അടിക്കത്തില്ല. അല്ലാതെ അവർ കുറച്ച് ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് മേടിച്ചിട്ട് പറഞ്ഞു വിടും. ഓക്കെ, അപ്പോൾ അവിടേക്ക് കൂടി വരുമ്പോൾ ഏറ്റവും ബെറ്റർ ഒരുവിധം സ്ലോ ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് വരിക എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളുടെ യാത്ര കലാങ്കൂട്ട് ഭാഗയിലേക്കാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോണേ. യെസ്.